ഇവിടെ ഞാൻ വെച്ചിരുന്ന നൂഡിൽസ് പാക്കറ്റ് ആരാ എടുത്തേ? ഞാനല്ല. ഞാനിപ്പോ കുറച്ച് നാളായിട്ട് സ്ട്രെസ്സും വായും മാത്രമേ ഭക്ഷിക്കാറുള്ളൂ. നല്ല ചീഞ്ഞ കോമഡി. ഇപ്പൊ ചിരിക്കാൻ സമയമില്ല, ഞാൻ പിന്നെ ചിരിച്ചു തരാം. എന്റെ നൂഡിൽസ് ആരാ എടുത്തേ? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാനൊന്നുമല്ല. അതാദ്യം നിന്റെ മുഖത്തിരിക്കുന്ന നൂഡിൽസ് തുടച്ചിട്ട് പറയടാ പട്ടി. അത് പിന്നെ ഒരു പാക്കറ്റ്, 2 പാക്കറ്റ്, ആകെ കൂടെ 2 പാക്കറ്റാണ് ഞാൻ മേടിച്ചു വെച്ചത്. അത് 2 നീ തന്നെ വിഴുങ്ങിയിടത്തേണ്ടി. Too much stress these days. പിന്നെ ഇവൻ എനിക്കൊന്ന് പുറത്തോട്ട് പോകണമായിരുന്നു. ഒറ്റയ്ക്ക് പോകാനൊരു മടി. നീ വരുന്നോ? അതിനെന്താ, ഞാൻ വരാം. നീ എവിടെ പോവാ? അത് ഞാൻ അശ്വിൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോവാ. എന്തേ? നിനക്ക് എൻ്റെ കൂടെ പ്രാക്ടീസ് ഉള്ള കാര്യം ഓർമ്മയില്ലേ? പ്രാക്ടീസിന് ഇനി സമയമുണ്ടല്ലോ, നീ പേടിക്കണ്ട. അതിന് മുന്നേ നമ്മൾ തിരിച്ചെത്തും. ഇവൻ പോവാം. അശ്വിൻ, നിങ്ങൾ പുറത്തേക്ക് പോകണോ? ഞാനും കൂടെ കൂടെ വന്നോട്ടെ. അതിനെന്താ, വന്നോ. ഓക്കെ, ഞാനിപ്പോൾ വരാം. ഇവൻ, റയാനും നീയും തമ്മിൽ മുന്നേ പരിചയമുണ്ടോ? അശ്വിനെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നീ എൻ്റെ കൂടെ പുറത്തേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും എന്തോ ഒരു മാറ്റം പോലെ. അത് വേറൊന്നും കൊണ്ടായിരിക്കില്ല. ഞാനാണല്ലോ അവൻ്റെ ഡാൻസ് പാർട്ട്ണർ. അവന് ഈ ടൈം വേസ്റ്റ് ചെയ്യുന്നതെന്ന് ഇഷ്ടമല്ല. ചിലപ്പോൾ നമ്മളെ പ്രാക്ടീസ് സമയത്ത് തിരിച്ചെത്തിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചായിരിക്കാം അങ്ങനെ പറഞ്ഞു. അല്ലാതെ നീ വിചാരിച്ച പോലെ വേറൊന്നും കാണില്ല. ഐ യു ഷുവർ? യെസ്, ഐ എം ഡാം ഷുവർ. ഓക്കെ ഗൈസ്, ഞാനെത്തി. പോവാം. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് തുടങ്ങാം. അതിന് മുന്നേ ഇവ കം. എന്താ അശ്വൻ, നമ്മൾ വരുന്ന വഴിക്ക് ഡിസ്കസ് ചെയ്ത കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളും ഇല്ലേ, അത് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ഇന്ന് മാസ്റ്റർ ഇവൻ്റെ കൂടെ കളിക്കണമെന്നില്ല, ഞാൻ തന്നെ കളിച്ചോളാം. ഫൈൻ, നോ പ്രോബ്ലം. അശ്വിൻ, എന്നാ ഇന്ന് ഞാൻ നിന്നോട് പ്രാക്ടീസ് ചെയ്യട്ടെ? വാ, പ്രാക്ടീസ് ചെയ്യാം. ഇല്ല, ഞാൻ അശ്വിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത്. വരാൻ പറഞ്ഞാൽ വന്നാ മതി, മനസ്സിലായോ? അക്കം പക്കം യാരുമില്ല ഭൂലോകം വേണം എന്നാസைதான் உன்னிருக்கத்திலே என்னாயுள் வரை உன்னரைப்பினிலே வேறென்ன வேண்டும் உலகத்திலே இந்த இன்பம் போதும் நெஞ்சினிலே 7 ஜென்மம் வாழ்ந்திருப்பேன் அக்கம் பக்கம் யாரும் இல்லா பூலோகம் வேண்டும் அந்தி பகல் உன்னருகே நான் வாழ வேண்டும் என் ஆசைதான் உன்னிருக்கத்திலே என்னாயுள் வரை உன்னரைப்பினிலே வேறென்ன வேண்டும் உலகத்திலே இந்த இன்பம் போதும் நெஞ்சினிலே 7 ஜென்மம் வாழ்ந்திருப்பேன் அக்கம் பக்கம் யாரும் இல்லா பூலோகம் வேண்டும் அந்தி பகல் உன்னருகே நான் வாழ வேண்டும் என் ஆசை. ഇപ്പൊ മാസ്റ്ററിന്റെ കൂടെ ഡാൻസ് കളിക്കാൻ ആരുമില്ല. ഞാൻ പോയി ചോദിക്കട്ടെ എന്റെ കൂടെ കളിക്കുന്നുണ്ടോന്ന്. വൈ ആർ യു ഗേ? ബിക്കോസ് ഐ ഗേ ഫോർ ഹിം. ഒരു കടുക് വറുക്കാൻ പറഞ്ഞ വർക്കാത്താനാ ഇപ്പൊ ഗേ ആവാൻ നടക്കുന്നു. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ഒന്നുമില്ല, ബന്ധം ഉണ്ടായിരിക്കാം, ഉണ്ടാവുമല്ലോ. ഇവൻ, നിന്നെ കാണാനായിട്ട് താഴെ ഒരാൾ വന്ന് നിൽപ്പുണ്ട്. എന്നെ കാണാനോ? അതെ. ഓക്കെ, ഞാൻ പോയി നോക്കാം. അമ്മ എന്താ ഇവിടെ? നീ വിളിച്ച ഫോൺ എടുക്കില്ലല്ലോ, അപ്പൊ ഞാൻ കരുതി ഡയറക്റ്റ് ഇങ്ങോട്ട് വരാന്ന്. ഇതെന്ത് കോലാടാ? നിനക്ക് ഇവര് കുടിക്കാനും കഴിക്കാനും ഒന്നും തരുന്നില്ലേ? കുറച്ച് മാസം കൊണ്ട് കഴിഞ്ഞാൽ കല്യാണം ഉറപ്പിക്കേണ്ട ചെറുക്കന. കല്യാണം? ആരുടെ കല്യാണം? വേറെ ആരുടെ?
നിന്റെ സെറിന്റെയും അവളുടെ പപ്പ എന്ന് വിളിച്ചിരുന്നു. അവർക്ക് എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തണമെന്നാ പറയുന്നത്. അതുകൊണ്ട് നമ്മളായിട്ട് ഇനി വെച്ച് താമസിക്കാൻ പാടില്ല. അമ്മയോട് ഞാനൊരു 100 തവണ പറഞ്ഞതാ എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന്. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്ത ഇവാൻ? ഈ കല്യാണം എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നിനക്കറിയോ? നമ്മുടെ ഫാമിലിയുടെ അവസ്ഥ നിനക്കറിയാലോ. അത് മാറണമെങ്കിൽ ഈ കല്യാണം നടന്നേ പറ്റൂ. അത് നിനക്കെന്താ മനസ്സിലാവാത്തെ? നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ സെറിന്റെ പപ്പയുടെ ഷെയറുകളിലുള്ള കമ്പനികളിലൊന്ന് നമ്മുടെ പേരിലേക്ക് എഴുതി തരാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ ഇതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണല്ലേ? എന്റെ ലൈഫ് കളഞ്ഞ് അമ്മയ്ക്ക് അമ്മയുടെ ലൈഫ് സെക്യൂർ ആക്കണം. അമ്മയുടെ കണ്ണ് അവരുടെ പണത്തിലാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്തിനാ അമ്മ പണത്തിനോട് ഇത്ര ആർത്തി? ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ചാകുമ്പോ മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? എന്തിനാ എന്റെ ലൈഫ് അമ്മ ഇങ്ങനെ ഇല്ലാണ്ടാക്കുന്നേ? എനിക്ക് ഒരു പരിചയമില്ലാത്ത ആ പെൺകുട്ടിയെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാനാ? പരസ്പരം അറിയാണ്ട് തന്നെയാണ് എല്ലാരും കല്യാണം കഴിക്കുന്നത്. അതെല്ലാം കല്യാണം കഴിയുമ്പോ ശരിയായിക്കോളൂ. എനിക്ക് ശരിയാവില്ല. എന്ത് ശരിയാവില്ല? എനിക്കതിപ്പോ അമ്മയോട് പറയാൻ പറ്റില്ല. നീ പറയണ്ട. അടുത്ത ആഴ്ച ആകുമ്പോ നീ വീട്ടിലെത്തിക്കൊള്ളണം. അടുത്ത ആഴ്ച ഞാൻ അവരോട് പെണ്ണ് കാണാൻ ചെല്ലാന്ന് വാക്ക് കൊടുത്തിട്ടാ വന്നേ. എന്റെ അനുവാദം ഇല്ലാതെ അമ്മയോട് ആരാ വാക്ക് കൊടുക്കാൻ പറഞ്ഞേ? ഞാൻ വരില്ല. നീ വരും. നിന്നെ ഞാൻ കൊണ്ടുപോകും. ഞാൻ വന്നു കഴിഞ്ഞാ അവളുടെ മുഖത്ത് നോക്കി ഞാൻ പറയും എനിക്ക് അവളെ ഇഷ്ടമില്ലാന്ന്. അങ്ങനെ എന്തെങ്കിലും നീ ചെയ്താ പിന്നെ ഈ അമ്മയുടെ ശവമേ നീ കാണും. നിനക്കെന്റെ സ്വഭാവം അറിയാലോ. ഇവാനെ ഉച്ചയ്ക്ക് ശേഷം താഴോട്ട് കണ്ടതേ ഇല്ലല്ലോ. അവൻ എന്തിനാ മുറി തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നേ? ശരിയാണല്ലോ, ഞാനും ശ്രദ്ധിച്ചു. അവ ഇങ്ങോട്ട് വന്നതേ ഇല്ല. നിക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. മനു നിക്ക്, ഞാനും വരാം. ഇവാൻ ഇവിടെയുണ്ട്, പക്ഷെ ലൂക്ക എവിടെയാ? ദാ, നീ വാതിലിന്റെ ഫ്രണ്ടിൽ നിന്ന് എന്ത് തേങ്ങ ആലോചിക്കാം. മാറി നിക്ക്, ഞാൻ അകത്തേക്ക് കയറട്ടെ. മനു, നീ അവന്റെ അടുത്തേക്ക് ചെല്ല്, ഞാനിപ്പോ വരാം. നീ എങ്ങോട്ട് പോവാ? നീ ചെല്ല്, ഞാൻ വരാം. ഇവാനോട് സംസാരിച്ചു. അവന് തലവേദന എന്നാ പറഞ്ഞേ. പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ കുത്തി ചോദിക്കാൻ പോയില്ല. അല്ല, നീ എന്റെ കൂടെ വന്നിട്ട് ഇതിന്റെ ഇടയിൽ എങ്ങോട്ട് പോയതാ? അത് ഞാനൊന്ന് പുറത്തേക്ക് പോയതാ, ഒന്ന് കാറ്റുകൊള്ളാൻ. ആണോ? എന്നിട്ട് കാറ്റൊക്കെ കൊണ്ടോ? പിന്നെ നല്ലതുപോലെ. ഓ, സന്തോഷം. ഇവനെ നീ എന്തായി കാണിക്കുന്നേ? നീ ഇങ്ങനെ കളിച്ചാ നാളെ നിനക്ക് എഴുന്നേറ്റ് പോലും നടക്കാൻ പറ്റില്ല. മതി, ഇനി പ്രാക്ടീസ് ഒന്നും വേണ്ട. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പാതി രാത്രി അവന്റെ പ്രാക്ടീസ്. നിനക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതിന് ബലിയാടാക്കേണ്ട നിന്റെ ശരീരമല്ല. ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. എന്താ? 1-2 തവണയായിട്ട് ആലോചിക്കും, അപ്പൊ മനസ്സിലാവും. ഇതാ, തൽക്കാലം ഇത് യൂസ് ചെയ്യും. ചൂടായ ബോഡിയൊക്കെ ഒന്ന് തണുക്കട്ടെ. വൈ ഡു യു കെയർ? കാരണം നീയാണല്ലോ എൻ്റെ പേർ. നിനക്ക് എന്തെങ്കിലും പറ്റിയോ എനിക്കും കളിക്കാൻ പറ്റില്ല. സോ ഈ പെർഫോമൻസ് കഴിയുന്നവരെ നിനക്ക് പരിക്കൊന്നും പറ്റാതെ നോക്കേണ്ട എൻ്റെ കൂടെ ഉത്തരവാദിത്തം. ഐ എം ജസ്റ്റ് ഡൂയിങ് മൈ ഡ്യൂട്ടി. ഓ, ഇങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യും. ഐഡിയ. അയ്യോ, എന്റെ കൈ എത്തുന്നില്ലല്ലോ. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ പ്ലീസ്? താങ്ക്സ്.
നീയോ? നിന്നോട് ആരാ പറഞ്ഞ എന്നെ എടുത്ത് പൊക്കാൻ? നീയല്ലേ ഇവിടെ നിന്നോണ്ട് വിളിച്ചു പോവേ എനിക്ക് കയ്യെത്തുന്നില്ല, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന്. അത് നിന്നോടല്ല. പിന്നെ? ഒന്നുമില്ല, നീ ഒന്ന് പോയെ. ഇവനെന്താ വൈകി? എടാ ഉടുപ്പില്ലാത്തവനെ, നീ അല്ലേടാ കുറച്ചു ദിവസം മുന്നേ എനിക്ക് വാക്ക് തന്നെ നീ അവനെ മൈൻഡ് ചെയ്യില്ല, അവനോട് മിണ്ടില്ലാന്ന്. അതിന് ഞാൻ അവനോട് മിണ്ടിയില്ലല്ലോ. പിന്നെ നീ ഇപ്പൊ എന്താണാവോ ഉദ്ദേശിച്ചത് ചെയ്യാൻ? അത് ഞാൻ അവനോട് മിണ്ടാൻ നോക്കിയൊന്നുമില്ല. എനിക്ക് കയ്യെത്താത്തോണ്ട് ഒരു ഹെൽപ്പിന് വേണ്ടി വിളിച്ചില്ലേ. നിന്റെ ചാട്ട എങ്ങോട്ടാന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ ലേശം ഉടുപ്പുണ്ടോ നിനക്ക്? അന്ന് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പട്ടി മോങ്ങുന്ന പോലെയല്ലേടാ നീ മോങ്ങിയെ. അതിന്റെ ലേശം ഉടുപ്പുണ്ടോടാ നിനക്ക്? അതൊന്നും ഞാൻ മറന്നിട്ടില്ല. നീ നോക്കിക്കോ, അതിനുള്ള പണി ഞാൻ അവന് കൊടുത്തിരിക്കും. നീ കുറെ കൊടുക്കും. അവനൊന്ന് നിന്റെ മുന്നിൽ വന്ന് ചിരിച്ചു കാണിച്ചാ അവിടെ മയങ്ങി വീഴാനുള്ളതേ ഉള്ളൂ നീ. അപ്പോഴവർ റിവെഞ്ച് ചെയ്യാൻ നടക്കുന്നേ. ഇനി നിങ്ങളായി, നിങ്ങളെ പാടായി. ഒരുത്തരും എന്നൊരു വിലയില്ല. ഏതൊരു താറാവിനും ഒരു ദിവസം വരുമല്ലോ, അന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇവനൊരു ഉടുപ്പെടുത്തിട്ടൊരു വർക്കൗട്ട് ചെയ്തൂടെ? ഒരാളെ ഇങ്ങനെ സ്റ്റെയർ ചെയ്യുന്നത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. എനിക്കിവിടെ വേറെ പണിയില്ലാണ്ടിരിക്കാണല്ലോ നിന്നെ സ്റ്റെയർ ചെയ്യാനായിട്ട്. ഹേ നിക്ക്, എന്താ നിനക്ക് എന്താ പറ്റിയേ? മനസ്സിലായില്ല. അല്ല, മുന്നേക്ക് നീ എന്നെ കാണുമ്പോൾ വെറുപ്പ് കാണിക്കുകയും എന്നെ എന്തെങ്കിലും മോശമായിട്ടൊക്കെ പറയുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അതിലൊക്കെ ഒരു മാറ്റം. നീ പഴയതുപോലെ എന്നെ കാണുമ്പോൾ അങ്ങനെ ദേഷ്യപ്പെടുന്നൊന്നുമില്ല. ഞാനിപ്പോ നിന്നോട് വെറുപ്പ് കാണിക്കാത്തതാണ് നിന്റെ പ്രശ്നം അല്ലേ? അല്ല, അങ്ങനെയല്ല. ഐ ഫെൽറ്റ് യു ചേഞ്ച്ഡ് എ ലോട്ട്. ഞാനും നീ ഇപ്പോൾ ഡാൻസ് പാർട്ട്നേഴ്സ് ആണെന്ന് അറിയാലോ. ഒന്നാമതേ നമ്മൾ തമ്മിൽ കെമിസ്ട്രി ഇല്ലാന്നോ മാസ്റ്റർ പറയുന്നത്. അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ നിന്നെ ഒന്നും പറയുന്നില്ല. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. റയൻ വെയിറ്റ്, ഇനി എന്താ? നിനക്ക് പണ്ട് നമ്മൾ ഒരുമിച്ച് ബോക്സിങ് ചെയ്യുന്ന ഓർമ്മയുണ്ടോ? ഡു യു വാണ്ട് ടു ഡു ഇറ്റ് അഗൈൻ വിത്ത് മീ? എന്താ ഉദ്ദേശം? ഒന്നുമില്ല, ഞാനന്ന് നിനക്ക് പഠിപ്പിച്ചു തന്നതൊക്കെ നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി. ഹലോ, അങ്ങനെ പഠിച്ചതൊന്നും മറക്കുന്ന ആളല്ല ഞാൻ. ഉറപ്പാണോ? എന്താ ഡൗട്ടാ? ശരി, വാ, ലെറ്റ്സ് ട്രൈ. நிலவிடம் வாடகை வாங்கி விழி வீட்டினில் குடி வைக்கலாமா? நான் வாழும் வீட்டுக்குள் வேறாரும் வந்தாளே. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക. ഈ സ്റ്റീവ് ആരാ? എന്ത്? സ്റ്റീവ് ആരാന്ന്? നിനക്ക് സ്റ്റീവിനെ എങ്ങനെ അറിയാം? അത് അന്ന് രാത്രി ഞാൻ പുറത്തിറങ്ങിയപ്പോ നീ എന്തോ പേപ്പറൊക്കെ കീറി കത്തിക്കുന്ന കണ്ടു. അതിനിടയിൽ ഒരു പേപ്പർ എന്റെ കയ്യിൽ കിട്ടി. അതിൽ സ്റ്റീവ് എന്ന് പേരുള്ള ഒരു പയ്യനെ പറ്റി എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു. നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട, പോവാ നോക്ക്. ലുക്ക് പ്ലീസ്, ഐ വോണ്ട് ടു നോ, ഈ സ്റ്റീവ് കാരണമാണോ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എങ്ങനെ? ഇങ്ങനെ നീ ആരോടും മിണ്ടാറില്ല, മറ്റുള്ളവരുടെ ഫീലിങ്സിന് വില കൊടുക്കാറില്ല. ഇതെല്ലാം അവൻ കാരണമാണോ എന്ന് എനിക്കറിയണം. അതെന്റെ പേഴ്സണൽ മാറ്റേഴ്സാ, നീ അറിയേണ്ട കാര്യമില്ല. മാറി നിൽക്ക്. ഇല്ല, എനിക്കറിയണം. സ്റ്റീവ് നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ? നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തിലാണോ? അതോ ബ്രേക്കപ്പ് ആയോ? നിന്നോട് ഞാൻ മലയാളത്തിലാ പറഞ്ഞേ, എന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എനിക്ക് വരുന്ന ദേഷ്യത്തിന് എനിക്ക് പലതും ചെയ്യാൻ തോന്നുന്നുണ്ട്. അതൊന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. സോ ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഫ്രം മൈ സൈറ്റ്. ഇനി നീ ഇത് ചോദിച്ചോണ്ട് എന്റെ പിറകെ നടന്ന ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് പോലും അറിയുന്നുണ്ടാവില്ല. ഈ അമ്മ ഒരു നേരെ ഒരു സമാധാനം തരുന്നില്ലല്ലോ. എത്ര കിടന്ന് വിളിച്ചാലും ഞാൻ എടുക്കാൻ പോകുന്നില്ല. ഓ റയാൻ, ഹായ്. ഒരു ഹായ് തിരിച്ചു തരാൻ ഇത്രയ്ക്ക് പാടും? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഹേയ്, ഞാനൊന്നും പറഞ്ഞില്ല.
നിന്റെ ഫോൺ കുറേ നേരമായിട്ട് ബെല്ലടിക്കല്ലേ, എടുത്തൂടെ? ആ കോൾ എടുത്തത് ശരിയാവില്ല. சிறுவலி இருந்ததுவே இதயத்திலே இதயத்திலே ஒரு திருவிழி தடவியதால் அமிழ்ந்து விட்டேன் மயக்கத்திலே உதிரட்டுமே உடலின் திரை அதுதான் இனி நிலாவின் கரை கரை அனல் மேலே റയാൻ, ഇവാൻ, നീ എന്തേ കാണിക്കുന്നത്? റയാൻ പ്ലീസ്. ஒரு கிளி மரம் ഇവൻ മാറി നിൽക്ക്. தேടി ഐം സോറി, ഞാൻ അറിയാണ്ട്. ഞാൻ റൂമിലേക്ക് പോട്ടെ. ഗുഡ് നൈറ്റ്. ഇവൻ നിൽക്ക്. നീ ഫുഡ് കഴിക്കാൻ വന്നല്ലേ? കഴിച്ചിട്ട് പോയാൽ മതി. ഇല്ല, എനിക്ക് വേണ്ട. നിന്നോട് കഴിച്ചിട്ട് പോകാനല്ലേ പറഞ്ഞേ? ഇരുന്ന ഫുഡൊക്കെ കഴിഞ്ഞെന്നാ തോന്നുന്നത്. നീ നിൽക്ക്, ഞാൻ കുക്ക് ചെയ്ത് തരാം. ഇല്ല, സാരിയില്ല, ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. എന്തായാലും ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് കൂടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ. பாயும் ஒரு கிளி மரம் தேடும் மழைத்துளி இவைதானே இவளினி இவை இரண்டும் தனித்தனி உறக்கங்கள் உரை അങ്ങനെ ചെയ്തത് മോശമായിപ്പോയി. ആ സമയത്ത് എനിക്ക് എന്താ പറ്റിയേ? അല്ല, അതിപ്പോൾ എൻ്റെ മാത്രം കുറ്റമല്ല. അവൻ്റെ ചുണ്ടുകൊണ്ട് ആർക്കായാലും കിസ് ചെയ്യാൻ തോന്നും. എന്നാലും അങ്ങനെ ചെയ്യാൻ പാടുണ്ട് ഇവാൻ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? പോയിന്ന് സോറി പറഞ്ഞാലോ? റയാൻ, ഐം സോ സോറി. ഇന്നലെ രാത്രി നടന്നത് എനിക്കറിയാം വലിയ തെറ്റാന്ന്. നിന്റെ സമ്മതമില്ലാതെ ഞാൻ നിന്നെ വീണ്ടും കിസ് ചെയ്യാൻ ശ്രമിച്ചു. എനിക്കറിയില്ല എന്താ പറ്റിയെന്ന് ആ സമയത്ത്. പക്ഷേ ഞാൻ ചെയ്തത് തെറ്റാ. പ്ലീസ് എന്നോട് ക്ഷമിക്കുക. നീ എന്തോ ഒന്നും പറയാത്ത? ഇറ്റ്സ് ഓക്കെ. ഇനി ആവർത്തിക്കാതിരുന്നാൽ മതി. ഇല്ല, ഇനി ആവർത്തിക്കില്ല. നിന്റെ മുഖം എന്താ ഒരുമാതിരി ഇരിക്കുന്നത്? നീ കരഞ്ഞോ? ഇല്ല, ഞാൻ കരഞ്ഞതല്ല. എനിക്ക് വല്ലാത്ത തലവേദന. കള്ളം പറയാനായില്ലെങ്കിൽ അത് പറയാൻ നിൽക്കരുത്. പറ, എന്തുണ്ടായ? വീണ്ടും റയാനായിട്ട് വഴക്കായോ? ഇല്ല, വഴക്കൊന്നും ആയില്ല. പിന്നെ? എടാ, എനിക്ക് പറ്റുന്നില്ല. എനിക്കവനെ വേണോടാ. ഇവിടെ വരുന്നതിന് മുന്നേ വരെ അവനെ ഞാനങ്ങനെ കാണാത്തതുകൊണ്ട് എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് കരുതി എനിക്ക് അവനോട് ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്നല്ല. പക്ഷെ ഇപ്പോൾ അവൻ എൻ്റെ കൺമുന്നിലുണ്ടായിട്ട് എനിക്ക് അവനെ സ്വന്തമാക്കാൻ പറ്റുന്നില്ല എന്നറിയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ലടാ. ഇന്നലെ തന്നെ ഞാൻ അവനെ ഓൾമോസ്റ്റ് കിസ് ചെയ്യാൻ പോയതാ. എനിക്ക് ആ സമയത്ത് എന്ത് തോന്നിയിട്ടാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അന്നത്തെ പോലെ അവൻ്റെ സമ്മതമില്ലാതെ അഥവാ അവനെ കിസ് ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും അവൻ എന്നോട് ക്ഷമിക്കില്ലായിരുന്നു. എന്നോടുള്ള വെറുപ്പ് കൂടുമായിരുന്നു. പക്ഷെ എനിക്ക് അവനെ കാണുമ്പോൾ എന്നെ തന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവൻ എന്നെ അവനിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഞാനിനി എന്താടാ ചെയ്യേണ്ടത്? എനിക്കവനെ മറക്കാനോ വെറുക്കാനോ പറ്റുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടമായിപ്പോയി. ഇന്നലെ നീ അവനെ കിസ് ചെയ്യാൻ പോയപ്പോ അവന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അവൻ നിന്ന് തല്ലോ വഴക്കുറയോ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു, ഞാൻ മാറി നിന്നു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നീ എന്താ പറയുന്നേ? സംതിങ് ഈസ് കുക്കിംഗ്. അതവിടെ ഇടാൻ ഫിഷ് കറക്കുന്നുണ്ട്, അതായിരിക്കും. നിനക്ക് മണ്ണടിച്ചോ? എനിക്ക് മണ്ണടിച്ചില്ലല്ലോ. അതല്ലടാ പൊട്ട. റയാന്റെ സ്വഭാവം അനുസരിച്ച് നീ അവനെ കിസ് ചെയ്യാൻ ചെല്ലുമ്പോ അങ്ങനെയല്ല അവൻ പെരുമാറേണ്ടേ. ഒന്നുകിൽ നിന്നെ തല്ലണം, അല്ലെങ്കിൽ നിന്റെ കണ്ണ് പൊട്ടുന്ന രീതിയിൽ ചീത്ത വിളിക്കണം. ഇത് രണ്ടും അല്ലാണ്ട് അവൻ ഇത്രയ്ക്ക് കാമായിട്ട് നിന്നോട് പെരുമാറിയിട്ടുണ്ടേ അതിലെന്തോ വശപ്പശ കൊണ്ട്. സംതിങ് ഫിഷി. വാട്ട് യു മീൻ? ഐ മീൻ എനിക്കറിയില്ല. അതിപ്പോ അവനോട് തന്നെ ചോദിക്കണം. എണീറ്റ് പോടാ. നിന്നോട് പറഞ്ഞ എന്നെ വേണം ആദ്യം ഇടിക്കാൻ. ഐം ജസ്റ്റ് കിഡിങ്. എടാ, അവന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു മാറ്റം ഇല്ലേ? നീ പറയുന്നൊക്കെ കേട്ടിട്ട് അവൻ നിന്നോട് കുറച്ച് സോഫ്റ്റ് ആയിട്ടല്ലേ പെരുമാറുന്നേന്ന് എനിക്കൊരു ഡൗട്ട്. ആണോ? ആവാം. ഇനി അല്ലെങ്കിലോ? അല്ലാവാം. പോടാ.
ഇവൻ ലൂക്ക് റൂമിലുണ്ടോ? പ്രാക്ടീസിന് സമയത്തും അവന് താഴെ കണ്ടില്ല. അവ റൂമിലുണ്ട്, ഇന്ന് പ്രാക്ടീസിന് വരുന്നില്ല എന്നാ പറഞ്ഞേ. അതെന്താ? എനിക്കറിയില്ല. ഞാൻ ചോദിച്ചപ്പോ ഇന്നോട്ട് മൂടില്ല എന്നാ പറഞ്ഞേ. അതെങ്ങനെ? എന്തെങ്കിലും ചോദിച്ചാൽ വിട്ട് പറയണ്ടേ? ഒരു കാര്യം ചെയ്, നീ പോയൊന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പോ പറഞ്ഞാലോ. ഏയ് വേണ്ട, ഞാൻ ചോദിച്ചാലും ഒന്നും പറയത്തില്ല. അവന് വരാൻ തോന്നുമ്പോ വരട്ടെ. ഇവരുടെ ഇടയിൽ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. ഗായ്സ്, നമ്മുടെ പ്രോഗ്രാമിന്റെ ഡേറ്റ് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസം നിങ്ങൾ ഒരിക്കലും ലേസി ആകരുത്. നല്ല ആഞ്ഞു പിടിച്ച് പ്രാക്ടീസ് ചെയ്തോളണം. പേരപ്പം, സോളോ ഡാൻസും ഗ്രൂപ്പ് ഡാൻസും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. ഒന്നിലും ഒരു കുറവ് വരാൻ പാടില്ല. ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 7 പേരെയും പറ്റിയായിരിക്കണം എല്ലായിടത്തും ചർച്ച. ആ രീതിയിൽ അടിപൊളിയാക്കിയിരിക്കണം. ഓക്കെ? നിങ്ങളുടെ സോളോ ഡാൻസും ഗ്രൂപ്പ് ഡാൻസും ഒക്കെ പെർഫെക്റ്റാണ്. പക്ഷെ എനിക്ക് ആകെ ഒരു പേടി ഉണ്ടായിരുന്നത് നിങ്ങളുടെ പെയറപ്പ് ഡാൻസിലായിരുന്നു. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ബെറ്ററായി വരുന്നുണ്ട്. നിങ്ങളുടെ കെമിസ്ട്രി ഒക്കെ ഇപ്പം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതെന്തായാലും നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ്. കീപ്പ് ഇറ്റ്. ഇതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് കെമിസ്ട്രി ബാലൻസ് ചെയ്ത് കളിക്കുക. ഓക്കെ? എടാ, നമ്മുടെ പ്രോഗ്രാമിന്റെ ഡേറ്റ് ആവാറായി. എന്നിട്ട് നീ ലൂക്ക് എന്താ ഇങ്ങനെ നടക്കുന്നേ? നിങ്ങൾ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ലേ? എടാ, ഞാനല്ല, അവനാ വരാത്ത പ്രാക്ടീസിന്. അതാ ചോദിച്ച എന്താന്ന്. അത് എനിക്കൊരു അബദ്ധം പറ്റി. എന്തബദ്ധം? എന്റെ പൊന്നാരവേ, നീ എന്തിനാ അവനോട് ഇതൊക്കെ ചോദിച്ചേ? അവന്റെ കാര്യത്തിൽ ഇടപെടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക്? എടാ, ഞാൻ മനഃപൂർവ്വമല്ല. എനിക്ക് ആ സമയത്ത് എന്തോ അങ്ങനെ ചോദിക്കാൻ തോന്നി, ഞാൻ ചോദിച്ചു. പക്ഷെ അതിവന് ഇത്രയ്ക്ക് ദേഷ്യം വരുത്തുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത്രയും ദേഷ്യം കാണിക്കാൻ മാത്രം ആ പയ്യൻ ആരാ അവന്റെ? അവനെ ഡയറിയൊക്കെ കത്തിച്ച് കളയുമ്പോഴേ അറിയില്ലേ അതവന്റെ പാസ്റ്റാന്ന്. പാസ്റ്റ് ആക്കി എടുത്താ പോരെ? അവനെ കണ്ടാലേ അറിയാം അവൻ ഇപ്പോഴും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എടാ, അതവന്റെ പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും അത് അവന്റെ മാറ്റേഴ്സാ. അതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല. ചിലപ്പോ ആ പറഞ്ഞ പയ്യനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം കാണും അവന്. നമുക്കറിയില്ലല്ലോ അവന്റെ ഉള്ളിൽ എന്താന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എടാ, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്തായാലും നീ തൽക്കാലം ഒന്നും ചെയ്യണ്ട. അവനെന്തായാലും നല്ല ദേഷ്യത്തിലായിരിക്കും. അതെന്തായാലും തണുക്കട്ടെ. എന്നിട്ട് പതിയെ നീ പോയി സോറി പറഞ്ഞു നോക്ക്.